കണ്ണൂരിലേക്കൊന്ന് പോകണം. കണ്ണൂരിൽ മലപ്പട്ടത്ത് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് CPM സംഘർഷം പ്രേക്ഷകർ കണ്ടതാണ്. ഗാന്ധിയുടെ സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃത്വത്തിൽ ഒരു പദയാത്രയൊക്കെ നടന്നു. ആ പദയാത്രയുടെ പ്രകടനത്തിൽ ഒരു ഭീഷണി മുദ്രാവാക്യം കേട്ടു. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്നായിരുന്നു മുദ്രാവാക്യം. രക്തസാക്ഷി ധീരജിനെ വരെ മുദ്രാവാക്യത്തിൽ ഉൾപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് CPM ആരോപിക്കുന്നു. യൂത്ത് കോൺഗ്രസ് CPM സംഘർഷത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും 25 CPM പ്രവർത്തകർക്കെതിരെയുമാണ് കേസ്. നമുക്ക് ആ പ്രകടനം ഒന്ന് കണ്ടുവരാം. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല, അത് മിനുക്കിയെടുത്താൽ പിന്നെ എന്തോ സംഭവിക്കുന്നതാണ് പറയുന്നത്. അർജുൻ കല്യാടുണ്ട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, പ്രകോപനപരമായ മുദ്രാവാക്യമാണ്. ഇതുവരെയും യൂത്ത് കോൺഗ്രസ് ധീരജിനെ കുത്തിയത് തങ്ങളാണെന്ന് സമ്മതിച്ചിട്ടില്ല. ഇരന്നു വാങ്ങിയ മരണം എന്ന് കെ സുധാകരൻ വിശേഷിപ്പിച്ചതാണ് ഈ ധീരജിൻ്റെ അതിൽ നിഖിൽ പൈലി അടക്കമുള്ളവരിപ്പോൾ പ്രതിപട്ടികയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അർജുൻ കല്യാട്, ഈ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രകോപനം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് CPM അതിനോട് പ്രതികരിക്കുന്നത്? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺകുമാർ, അതായത് കഴിഞ്ഞ ദിവസം മലപ്പട്ടം അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ള കൊടിമരവും സ്തൂപവും തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മലപ്പട്ടത്ത് ജനാധിപത്യ അതിജീവന യാത്ര എന്നുള്ള ഒരു പദയാത്ര സംഘടിപ്പിച്ചത്. ആ പദയാത്രയിലാണ് ഇത്തരത്തിൽ പ്രകോപനവും ഭീഷണിയും നിറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചത്. അതിൽ പറയുന്നത് തളിപ്പറമ്പ്, അതായത് ഈ മലപ്പട്ടം പട്ടണം മലപ്പട്ടവും ഉൾപ്പെടുന്ന തളിപ്പറമ്പ്, അതിനും തൊട്ടടുത്തുള്ള തളിപ്പറമ്പിലാണ് ധീരജിന്റെ വീട്. ആ ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, അത് മിനുക്കിയെടുത്ത് നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. അതായത് DYFIക്കും CPMനും നേരെ ഉപയോഗിക്കാൻ മടിയില്ല എന്നുള്ളതാണ് ഈ പ്രകോപന മുദ്രാവാക്യത്തിൽ പറയുന്നത്. എന്തായാലും CPM ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നേരത്തെ തന്നെ, അതായത് ഈ ജാഥ തുടങ്ങി അതിന്റെ ഏറ്റവും അവസാനം പൊതുയോഗം നിശ്ചയിച്ച സ്ഥലം വരെ എത്തുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തകരെല്ലാം നിന്നത്. ഈ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്നിവർ മുദ്രാവാക്യം വിളിച്ച പരിപാടി ഏത് സ്തൂപം തകർത്തതിന്റെ ആയിരുന്നു? മഹാത്മാഗാന്ധിയുടെ പ്രതിമ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൽ പ്രതിഷേധിച്ചാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ജാഥ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എഴുതിയ ബാനറും അതുതന്നെയാണ്, സമാധാന സന്ദേശയാത്ര, ജനാധിപത്യ അതിജീവന യാത്ര എന്നുള്ളതാണ് ആ ബാനറിൽ തന്നെ സൂചിപ്പിക്കുന്നത്. ആ ജാഥയിലാണ് ഇത്തരത്തിൽ പ്രകോപനവും സമാധാന അതിജീവിത യാത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതിൽ കേട്ട മുദ്രാവാക്യം ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കേൾക്കാം. ഒന്നുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. അർജുൻ കല്യാൺ. ഓക്കെ, അർജുൻ കല്യാട്, സമാധാന അതിജീവിത യാത്രയിലാണ് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യവുമായിട്ട് വരുന്നത്. തുടർന്നാണ് പ്രകോപനം ഉണ്ടാവുന്നതെന്നാണ് CPM പറയുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും. അതായത് CPM നേതാക്കൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് CPM നേതാക്കൾ തന്നെ പറയുന്നത്. രക്തസാക്ഷി ധീരജിനെ വരെ അതൊരു വൈകാരികമായിട്ടുള്ള വിഷയമാണ്. ആ വൈകാരികമായിട്ടുള്ള വിഷയത്തെ ഉൾപ്പെടെ ധീരജ് വൈകാരികമായി CPM നേതാക്കൾക്കുൾപ്പെടെ CPMന്റെ പ്രവർത്തകർക്കുൾപ്പെടെ അണികൾക്കുൾപ്പെടെ വലിയ വൈകാരികമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആ വിഷയം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി സൂചിപ്പിച്ചുകൊണ്ട് വലിയ പ്രകോപനമാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. എന്നിട്ടും പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മലപ്പട്ടം പോലെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചിട്ടും CPM പരമാവധി സംയമനമാണ് പാലിച്ചത് എന്നുള്ളതാണ് CPMന്റെ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ആ മുദ്രാവാക്യത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ അത് വളരെ പ്രകോപനപരമായ രീതിയിലുള്ള മുദ്രാവാക്യം തന്നെയാണ്. ധീരജിനെ കുത്തിയ കത്തി അത് മിനുക്കിയെടുത്തു കഴിഞ്ഞാൽ ഉച്ചപ്പണിയുടെ നേരം കൊണ്ട് തന്നെ DYFIക്കാരെ ആരും ഇല്ലാതാക്കുമെന്നുള്ള ഭീഷണിയും പ്രകോപനവും തന്നെയാണ് ആ മുദ്രാവാക്യത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പ്രകടനത്തിന്റെ ഭാഗമായി പോലീസ് ഇപ്പോൾ 75ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ 50 യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. അതുപോലെ തന്നെ 25ഓളം CPM പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ അരുൺ, പരിപാടി സംഘടിപ്പിച്ചത് അഹിംസയെക്കുറിച്ച് പറഞ്ഞ ഗാന്ധിയുടെ സ്തൂപം തകർത്തതിന്. ആ പരിപാടിയുടെ പേര് സമാധാന അതിജീവിത യാത്ര. മുദ്രാവാക്യം ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല.